എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമുക്ക് സാമ്പത്തികമായ ബാധ്യതകൾ ഇല്ലാതാക്കാൻ, കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയുണ്ടാകാൻ, സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകാൻ, നല്ലതുപോലെ പണം ഉണ്ടാകണമെന്ന ആഗ്രഹമുണ്ട്. ഇതെല്ലാവർക്കും ആഗ്രഹമുള്ളതല്ലേ? അങ്ങനെ ആകണമെന്നിരിക്കട്ടെ, എന്താണ് അതിന് ചെയ്യേണ്ടത്? ജോലിയില്ല, അല്ല മറ്റ് ബിസിനസ് തളർന്നിരിക്കുകയാണ്. ജോലി ഉണ്ടെങ്കിൽ ജോലി പോയി ബിസിനസ് തകർന്നിരിക്കുകയാണ്, യാതൊരു വിധത്തിലുള്ള വരുമാനമില്ലാത്ത അവസ്ഥയാണ്, എത്ര പണം കിട്ടിക്കഴിഞ്ഞാലും കയ്യിൽ നിന്നും ചോർന്നു പോകുന്നു എന്നൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് പരാതി. ഞാൻ പറയുന്നത് ഇതെല്ലാം പരിഹരിച്ച് നല്ല നിലയിലുള്ള ഒരു വരുമാനം നിങ്ങൾക്കുണ്ടാവുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനും അതോടെ തന്നെ കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ഈ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും നല്ല ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അത് ഏത് ദിവസം ചെയ്താലാണ് ഉത്തമമെന്ന് വേറെ തന്നെയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഇതിൽ എത്ര കണ്ട് വിശ്വാസയോഗ്യമാണ് എന്നുകൂടി നമുക്ക് ചിന്തിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാകുമോ എന്നുള്ളത്. എന്നാൽ നടപ്പിലാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം ഒരു കഥ പറയാം. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയോ കുടുംബാംഗങ്ങൾ ഈ ഒരു കാര്യം ചെയ്തിട്ട് ശ്രേഷ്ഠമായ തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെന്താണെന്നറിയും. ഒരിക്കൽ ശങ്കരാചാര്യ സ്വാമികൾ, അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ചെറുപ്രായത്തിൽ തന്നെ. അപ്പോൾ അദ്ദേഹം ഭിക്ഷ തേടി ഓരോ വീടുകളിലേക്ക് പോകും. രാവിലെ മുതൽ വൈകിട്ട് വരെ ഭിക്ഷ തേടലല്ല, അന്നന്നത്തെ അന്നത്തിന് വേണ്ടുന്നത് അന്നന്ന് ഏതാണോ മുന്നിൽ കാണുന്ന വീട് അവിടെ പോയിട്ട് ഭിക്ഷ തേടും. അങ്ങനെ ഭിക്ഷ തേടി കിട്ടുന്നത് കൊണ്ട് അന്നന്നത്തെ ആ വിശപ്പടക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒന്നും സംഭരിച്ച് വെക്കില്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അങ്ങനെ വീട് വിടാതെ കയറുന്ന സമയത്ത് പല വീടുകളിലും ആ കാലഘട്ടത്തിൽ ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആൾക്കാർ സാധനം ഉണ്ടെങ്കിലും കൊടുക്കാറില്ല. നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മളും അങ്ങനെയാണല്ലോ. ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കൂല, ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ശങ്കരാചാര്യർ ഓരോ വീടുകളിൽ പോകുന്ന സ്ഥലത്ത് പല വീടുകളിൽ നിന്നും ശങ്കരാചാര്യർക്ക് ഭിക്ഷ കൊടുക്കാതെ ആട്ടി അകറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരു വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് എത്തി അവിടെ ഭിക്ഷ ചോദിച്ചപ്പോൾ ആ വീട്ടിലാണെങ്കിലും ഒരു വസ്തുവില്ല. വീട്ടിൽ വന്ന ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കണമെന്നുണ്ട്, എന്തെങ്കിലും ഭിക്ഷ കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ ഇല്ല അവിടെ. ആ സ്ത്രീ ആകെ വിഷമിച്ചു. അപ്പോൾ അവർ ശങ്കരാചാര്യോട് വെച്ച് പറഞ്ഞു, അയ്യോ സ്വാമി, ഇവിടെ ഒന്നുമില്ല, അങ്ങേക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കിവിടെ ഒന്നും തന്നെ ഇല്ല ഈ വീട്ടിൽ എന്ന് പറഞ്ഞു. ശങ്കരാചാര്യ പറഞ്ഞു, നിങ്ങൾ പോയി നോക്ക്, എന്തെങ്കിലുമായിട്ട് കാണാതിരിക്കില്ല. അങ്ങനെ ആ അമ്മ വീണ്ടും അകത്ത് കയറിയിട്ട് മൊത്തം അരിച്ച് പറഞ്ഞ സമയത്ത് ഒരു നെല്ലിക്ക കിട്ടി. അത് ഉണങ്ങിയ നെല്ലിക്കയായിരുന്നു. അധികം വെച്ചാൽ കുറേ ദിവസം മുന്നേ കൊണ്ടുവച്ചതായിരുന്നു. അപ്പോൾ ഏതായാലും വീട്ടിൽ വന്ന ആളെ വെറുകയോടെ മടക്കണ്ടല്ലോ എന്ന് കരുതി ഇവരെന്ത് ചെയ്തു എന്നറിയുമോ? ആ നെല്ലിക്ക കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ശങ്കരാചാര്യരുടെ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു, ഭിക്ഷ ചോദിച്ചിട്ടുള്ള ആ തട്ടിലേക്ക്. അത് സന്തോഷത്തോടു കൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ. ആ ഇത് കിട്ടിയപ്പോൾ ശങ്കരാചാര്യക്ക് സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ സന്തോഷമുള്ള മനസ്സോട് കൂടിയിട്ട് എന്ത് തന്നാലും അത് സന്തോഷമാണത്. ആ വരുന്ന വ്യക്തിക്കും, രണ്ടാൾക്കാർക്കും, കൊടുക്കുന്ന ആൾക്കാർക്കും വാങ്ങുന്ന ആൾക്കാർക്കും ഗുണമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ സന്തോഷം കൊണ്ട് തന്നെ ശങ്കരാചാര്യർ ആ വീടിൻ്റെ മുറ്റത്തിരുന്നു കൊണ്ട് അതീവ ശ്രേഷ്ഠമായിട്ടുള്ള മഹാലക്ഷ്മിയെ സ്തുതിക്കുന്ന ഒരു സ്തോത്രം അങ്ങോട്ട് ചൊല്ലി. അതാണ് നമ്മൾക്ക് ഇന്നറിയുന്ന കനകധാരാ സ്തോത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കനകധാരാ സ്തോത്രം അങ്ങോട്ട് ചൊല്ലുകയാണ്. എഴുതിയിട്ട് അവിടെ നിന്ന് ചൊല്ലുന്നു. ആ ചൊല്ലുന്ന വിധമൊക്കെ ഭയങ്കര മനോഹരമാണ് കേട്ടോ. അപ്പോൾ ഈ എഴുതിയത് അവിടെ ചൊല്ലുകയും ചെയ്തപ്പോൾ ഈ സ്ത്രീ ഇവർക്ക് കൊടുത്തത്, ശങ്കരാചാര്യർക്ക് കൊടുത്തത് ഉണക്ക നെല്ലിക്കയായിരുന്നെങ്കിൽ അവിടെ സ്വർണത്തിൻ്റെ നെല്ലിക്ക കൊണ്ട് മഴ പെയ്തു എന്നാണ് പറയുന്നത്. കാരണം പൂർണ്ണമായിട്ടൊരു സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്ന, ഐശ്വര്യം ഉണ്ടാകുന്ന ഒരവസ്ഥ ശങ്കരാചാര്യ ആ ശ്ലോകം ചൊല്ലിയപ്പോൾ അവിടെ ഉണ്ടായി എന്ന് പറയുന്നു.
ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ? ഈ കനകധാര സ്തോത്രം, കനകധാര എന്നാണ് പറയുന്നത്, ആ സ്വർണ്ണ മഴ പെയ്യിച്ച ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യ മഴ പെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് അങ്ങോട്ട് ജപിക്കുക. അന്ന് ശങ്കരാചാര്യർ ഇത് എഴുതി എന്ന് പറയുന്ന ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? അത് അക്ഷയ തൃതീയ നാളിലായിരുന്നു ശങ്കരാചാര്യർ ഈ ഭിക്ഷ തേടിപ്പോയത്. അക്ഷയ തൃതീയ നാളിൽ നമ്മുടെ അരികിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ദാനം കൊടുക്കണമെന്ന് പറയുന്നില്ലേ? എന്തെങ്കിലും കൊടുക്കണം. കാരണം വന്ന ആൾക്കാരെ സംതൃപ്തിപ്പെടുത്തണം. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ അന്നേ ദിവസം ദാനം നൽകണം എന്ന് പറയുന്നത്. ദാനം നൽകുന്നതിന് പകരം നമ്മൾ പോയിട്ട് സ്വർണ്ണാഭരണം വാങ്ങിച്ച് പെട്ടിയിൽ വെക്കുക അല്ല വേണ്ടത്. മഹാലക്ഷ്മിയെ മറ്റുള്ളവരുടെ അരികിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. നമ്മൾ വാങ്ങിച്ചു വെക്കല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പറയുന്ന ദിവസമുണ്ടല്ലോ, അക്ഷയ തൃതീയ നാളിലാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ 10 മടങ്ങാണ് ശക്തി. എല്ലാ ദിവസവും നമുക്കിത് വായിക്കാം, പാരായണം ചെയ്യാം, ഉത്തമമാണ്. എല്ലാ ദിവസവും ചെയ്താൽ അത്രയും ഗുണമുണ്ടാകും. കഷ്ടപ്പാട് അറിയേയില്ല നമുക്ക്. എന്നാൽ അക്ഷയ തൃതീയ നാളിലാണ് ഇത് ചെയ്യുന്നതെങ്കിലോ, സാക്ഷാൽ ശങ്കരാചാര്യർ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ, എങ്ങനെ ഭിക്ഷ തേടിയിട്ട് പോകാനല്ല പറഞ്ഞത്, ആ സ്തോത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ വളരെയേറെ ഗുണമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഗുണം ചെയ്യുന്നത് അക്ഷയ തൃതീയ നാളിലാണ്. അല്ലെങ്കിലും ഇന്നു മുതൽ തന്നെ ഈ പറയുന്ന കനകധാര സ്തോത്രം നമ്മൾ ജപിക്കുക. കുടുംബസമേതം ജപിക്കാൻ പറ്റുമെങ്കിൽ ഉത്തമം. അപ്പോൾ ഈ കനകധാര സ്തോത്രം ജപിക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എങ്ങനെയാണ് ജപിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇത് ജപിക്കുന്ന അവസരത്തിൽ കുളിച്ച് ശുദ്ധമായിട്ട് നിലവിളക്ക് കൊളുത്തി വെച്ച് ദേവിയെ ധ്യാനിച്ചും കൊണ്ട്, സാക്ഷാൽ മഹാലക്ഷ്മിയെ ധ്യാനിച്ചും കൊണ്ട് വേണം കനകധാര സ്തോത്രം ജപിക്കാൻ. പരമാവധി കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് വേണം ജപിക്കാൻ. മറ്റു ദിശയിലേക്ക് പാടില്ല. ഏത് അവസരത്തിൽ വേണമെങ്കിലും ചൊല്ലാം. പക്ഷെ മനസ്സ് ഏകാഗ്രമായിട്ട് ആ മഹാലക്ഷ്മിയുടെ രൂപം മനസ്സ് നല്ലതുപോലെ ധ്യാനിച്ച് ആ രൂപത്തെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇത് ജപിക്കാൻ എന്നർത്ഥം. പറ്റുമെങ്കിൽ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ നമ്മൾ വെക്കുക. ആ ഫോട്ടോയുടെ മുന്നിൽ കുങ്കുമം, പുഷ്പം, അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് മുന്നിൽ ആ അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുക. ആ ഫോട്ടോയുടെ മുന്നിൽ ഈ കനകധാര സ്തോത്രം ചെയ്യുന്ന അതേ അവസരത്തിൽ തന്നെ പുഷ്പങ്ങൾ കൊണ്ട് ആ അമ്മയ്ക്ക് മുന്നിൽ അർച്ചന ചെയ്യാൻ പറ്റുമെങ്കിൽ ഉത്തമമായിരിക്കും എന്നർത്ഥം. കനകധാര സ്തോത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പൂക്കൾ എടുത്തിട്ട്, ഈ അർച്ചന ചെയ്ത പൂക്കൾ എടുത്തിട്ട് അത് നമ്മുടെ ശിഖയിൽ, സ്ത്രീകൾ മുടിയിൽ അവിടെ ഇതാക്കുക, പുരുഷന്മാരാണെങ്കിൽ ചെവിയിൽ വെക്കുക. പിന്നെ ആ കുങ്കുമം, അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ച കുങ്കുമം തൊടാനും മറക്കരുത്. ഇനി ഈ കനകധാര സ്തോത്രം ചൊല്ലുമ്പോൾ അക്ഷരം തെറ്റിപ്പോകുമെന്ന് വെച്ചിട്ട് പേടിക്കുന്നുമുണ്ട് കേട്ടോ. അക്ഷരം തെറ്റിപ്പോയാലും സാരല്ല, നമ്മൾക്കറിയും വിധത്തിൽ നമ്മൾ ജപിക്കുക. ഏതായാലും ഞാനൊരു 2 വരി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാം. നിങ്ങൾക്കത് കേൾക്കാം. ഞാൻ ഇതിൽ വലിയ അഗ്രഗണ്യനൊന്നല്ല, എനിക്കറിയും പോലെ ഞാൻ അത് ചെല്ലുന്നേ ഉള്ളൂ. ഇതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും. സാക്ഷാൽ നിങ്ങളുടെ ഈ പാരായണം കേട്ട് കഴിഞ്ഞാൽ സാക്ഷാൽ ആ മഹാലക്ഷ്മി നിങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് ഇങ്ങനെ വിളങ്ങണം, സർവ്വ ഐശ്വര്യങ്ങൾ കൊണ്ട് നിറയണം. അപ്പോൾ എന്താണിത് നോക്കാം. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാങ്കലീലാ മാംഗല്യദാസ്തു മമ മംഗളദേവതായ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാങ്കലീല മാംഗല്യദാസ്തു മമ മംഗളദേവതായ. ഇത്തരത്തിൽ വേണമെങ്കിൽ ചൊല്ലാം. ഇതൊന്നുമല്ല കേട്ടോ ശരിയായ ഈണവും താളവും വരികളൊന്നും. ഇതൊക്കെനേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും സ്ഥിരമായി ചൊല്ലുന്നുണ്ടെങ്കിൽ. ഇനിയല്ല, ഇനി വായിച്ചാലും വിഷമമൊന്നുമില്ല. നമുക്ക് പാരായണം ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ
അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി എന്ന രീതിയിൽ നമുക്ക് വായിച്ചാലും തെറ്റൊന്നുമില്ല. അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച്. പ്രധാനമായിട്ട് വേണ്ടത് ഭക്തിയാണ്. മനഃശുദ്ധിയോടുകൂടി നിങ്ങളിത് ചെയ്യുകയാണ്, ശ്രദ്ധയായിട്ടുള്ള ഭക്തിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളൊരു മണ്ഡലകാലം, ഒരു 41 ദിവസം തുടർച്ചയായി ചെയ്ത് വയ്ക്കട്ടെ, ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങും. അത് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേരും. രോഗങ്ങൾ മാറി നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കേണ്ടതാരാ? നമ്മളാണ്, മറ്റുള്ളവരല്ല. നമ്മൾ വിചാരിച്ചാലേ മാറ്റം വരുത്താൻ പറ്റും. നമുക്കൊന്ന് മാറാൻ വേണ്ടി ശ്രമിച്ചാലോ? നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നാളെ മുതൽ അല്ല, ഇന്ന് മുതൽ തന്നെ നമ്മളത് ചെയ്യുക. ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് താഴെ നോക്കൂ, സബ്സ്ക്രൈബ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അവിടെ തൊട്ട് കൊടുക്കുക. അതോടൊപ്പം ഒരു മണിയുടെ ചിത്രം ഉണ്ടാവും, അതും കൂടി തൊട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ ഇടുന്ന നിരവധി വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ ഇടുന്ന അതേ അവസരത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ, ഇത് മാത്രമല്ല, ആധ്യാത്മികമായിട്ടോ ആചാരപരമായിട്ടോ ദേവീദേവന്മാരെക്കുറിച്ചോ പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.